വ്യാപാരി സുഹൃത്തുക്കളെ, ആശ്രമാധിപൻ വെരിയറവൻ ഫാദർ ജോസഫ് ആലപ്പാട് അവർ 148ാം മധ്യസ്ഥ തിരുനാളോടനുബന്ധിച്ച് 1995 മുതൽ 29 വർഷക്കാലം തുടർച്ചയായി പാവറട്ടിയിലെ വ്യാപാരി സമൂഹം മതസൗഹാർദ്ദത്തിന്റെ കാണിക്കയായി സമർപ്പിക്കുന്ന ബഹുനില ദീപാലങ്കാര പന്തൽ. ഈ വർഷത്തെ ഈ പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിനാണ് നാം ഏവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പാവറട്ടി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ AJ വർഗീസിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്വിച്ച് ഓൺ കർമ്മത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട് അവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യൂണിറ്റിന്റെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ CN റാഫേലേട്ടൻ, പന്തലിന്റെ കൺവീനറായിട്ടുള്ള ശ്രീ AC ജോർജേട്ടൻ, യൂണിറ്റ് സെക്രട്ടറി ശ്രീ EV വിനോദ്, ട്രഷറർ ശ്രീ CP തോമസ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, ഓരോ വ്യാപാരി സുഹൃത്തുക്കളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ AJ വർഗീസിനെ ക്ഷണിച്ചോളും. പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൻ്റെ അധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ടച്ച, ഈ വേദിയെ ധന്യമാക്കിയിരിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കളെ, പൊതുജനങ്ങളെ, പാവറട്ടി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാവറട്ടി യൂണിറ്റിൻ്റെ മതസൗഹാർദ്ദ തിരുനാൾ പന്തലാണ് ഇവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 29 വർഷക്കാലം പാവറട്ടിയിലെ വ്യാപാരികൾ ഒന്നടക്കം അണിചേർന്നുകൊണ്ട് വ്യാപാരികളെ ഒരു പൂമാലയിലെ മണികളായി ചേർത്ത് വെച്ചുകൊണ്ട് ജാതി മതഭേദമന്യേ വ്യാപാരികളുടെ സ്വപ്നവും അഭിമാനവുമായി ഈ പ്രദേശത്തെ, പ്രത്യേകിച്ച് ഈ ആശ്രമ ദേവാലയവും പാവറട്ടി പള്ളിയും ജുമാ മസ്ജിദും അടങ്ങുന്ന ഈ ഒരു കൊച്ചു പ്രദേശത്തെ അഭിമാനമായി മാറിയിരിക്കുന്ന ഈ തിരുനാൾ പന്തല് ഈ പാവറട്ടി പ്രദേശത്തിനായി സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും നിർലോഭമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ പന്തൽ നിർമ്മാണം ഇവിടെ പൂർത്തീകരിക്കുന്നത്. ഇത് വ്യാപാരികളുടെ അഭിമാനം മാത്രമല്ല, ഈ ഒരു പ്രദേശത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ വ്യാപാരികൾ ഇവിടെ പാവറട്ടി സെൻട്രലിലാണ് പന്തൽ നിർമ്മിച്ചിരുന്നത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം റോഡ് വികസനവും ട്രാഫിക് ബ്ലോക്കും എല്ലാം പരിഗണിച്ചുകൊണ്ട് PWDയുടെയും മറ്റ് അധികാരികളുടെയും നിർദ്ദേശപ്രകാരമാണ് പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിലെ അച്ഛന്മാർ നമുക്ക് വളരെ സൗമനസ്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ഇവിടെ പന്തൽ നിർമ്മിക്കാനുള്ള അനുമതി നൽകുകയാണ്. നമുക്കറിയാം, ഈ പ്രദേശത്തിൻ്റെ വ്യാപാരോത്സവം തന്നെയാണ് ഒരു തരത്തിലെ ഈ തിരുനാൾ. ഈ തിരുനാളിനെ മൂടിക്കെട്ടുവാനായിട്ട് വ്യാപാരികൾ സ്വരൂപിച്ചു കൂട്ടിയിരിക്കുന്ന തിരുനാൾ പന്തൽ ഏറ്റവും ആകർഷണമാക്കണം, അത് ജനങ്ങളെ ആസ്വദിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പുതുമകൾ നിറഞ്ഞ പന്തൽ ഓരോ വർഷവും കൊണ്ടുവരുവാനായിട്ട് മർച്ചന്റ് അസോസിയേഷൻ ആഗ്രഹിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ്. ഓരോ വർഷവും പുതുമകളുടെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരത്തിന് ഇട്ട പന്തൽ തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് ഇവിടെ ഇടാനായിട്ട് സാധിച്ചത്. മയൂര പന്തൽ വർക്കിച്ച് അതിൻ്റെ പിന്നണി പ്രവർത്തകര് ദിവസങ്ങളോളം ഇതിൻ്റെ പിന്നിലെ കഠിന പ്രയത്നമുണ്ട്. ദൈവാനുഗ്രഹത്തിൽ നമുക്കതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനിയും
ഇതിന്റെ മിനുക്കുപണികളിലെല്ലാം അവർ വ്യാപൃതമായിരിക്കുകയാണ്. ഇതിനെല്ലാം സഹകരിക്കുന്ന എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുകയും ഈ പന്തലിന്റെ ഉച്ചവും കർമ്മം നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നമുക്കറിയാം വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് എപ്പോഴും സ്നേഹപൂർവ്വം പ്രതിസന്ധികളില്ലാതെ പരിഹരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് വ്യാപാരിക്കാം. മനോഹരമായിട്ടുള്ള പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. മുൻപൊക്കെ കാണാറുള്ളതിനേക്കാളും വളരെ മനോഹരമായിട്ട് തോന്നി. ഞങ്ങളോട് സംസാരിച്ചു. ഇത്രയും ഉയരത്തിൽ നല്ല മനോഹരമായിട്ട് 75 അടി ഉയരണമെന്നാണ് പറഞ്ഞത്. ഏറ്റവും മനോഹരമായിരിക്കും ഈ തിരുനാൾ. പാവർട്ടി തിരുനാൾ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്നത് മാത്രമല്ല, ഈ പ്രദേശത്തിൻ്റെ മുഴുവനും വലിയ ആഘോഷമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെ മതം നോക്കിയോ അങ്ങനെയല്ല, എല്ലാവരും ഒന്ന് ചേർന്ന് ഏറ്റവും അധികം സന്തോഷിക്കുന്ന വലിയ തിരുനാളാണ് പാവർട്ടി യേശുപിതാവിൻ്റെ തിരുനാൾ. പ്രകാശത്തിന് വളരെ പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഇരുട്ടായ ഒരു പ്രകാശമുണ്ടെങ്കിൽ അവിടെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടക്കും. അതുകൊണ്ടാണ് പലപ്പോഴും പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് പള്ളികളിലൊക്കെ വയ്ക്കുക. ഈശോയെ കുറിച്ച് പറയുമ്പോൾ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ എല്ലാ തരത്തിലും ദീപാവലി നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലും ആ പ്രകാശത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രകാശമായ ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലും ഉപകാരപ്രദമാകട്ടെ, മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ പന്തലിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പ്രത്യേകമായി നിർവഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വർണ്ണമനോഹരമായ പന്തൽ മർച്ചൻ്റ് അസോസിയേഷൻ്റെ 29 വർഷത്തോളമായി ഇത്തരത്തിലൊരു പന്തൽ നിർമ്മിക്കാറുള്ളത്. ഇത്രയും മനോഹരമായ പന്തൽ നമുക്ക് നിർമ്മിക്കുകയും ഒരു കോമ്പറ്റീഷൻ കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം സമ്മാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സെൽഫ് എടുക്കുക. അതിൻ്റെ QR കോഡൊക്കെ നമ്മളടുത്ത് വയ്ക്കും. അതിലേക്ക് അത് സെൻഡ് ചെയ്യുക. അതിനൊരു ടീമുണ്ട് പ്രൈസ് തരാനായിട്ട്. നമ്മുടെ അടുത്ത മാസം വരുന്ന ജനറൽ ബോഡി യോഗത്തിൽ അതിൻ്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. താങ്ക് യു. ഏറ്റവും സന്തോഷത്തോടുകൂടി 1991 കാര്യം ഓർക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടി നമ്മൾ അന്ന് തുടക്കം കുറിച്ചെങ്കിലും 29 വർഷം മുടങ്ങാതെ അസോസിയേഷൻ്റെ പേരിൽ ഈ പന്തൽ നിർമ്മിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയതിനും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഭാരവാഹികൾക്കും ഇതിന് പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സംഘടനയുടെ പേരിൽ പ്രത്യേകമായിട്ടൊരു നന്ദി അറിയിക്കുകയാണ്. ഒരു പന്തൽ പണിത് തീരണമെങ്കിൽ അതിന് നിസ്വാർത്ഥമായ സേവനം ദിവസങ്ങളോളം വേണം. സാമ്പത്തികമായിട്ട് ഒരുക്കം വേണം. നമ്മൾ മറ്റാരുടെയും പരസ്യം പന്തലിൽ കയറ്റാതെ 2ാമത്തെ വർഷമാണ് ഈ കൊല്ലം ഈ പന്തൽ നിർമ്മിക്കുന്നത്. പന്തൽ കാണുമ്പോൾ എല്ലാവരും പലരും ചോദിക്കും, ആരാണ് പരസ്യം. ഇപ്രാവശ്യത്തെ പരസ്യം മർച്ചൻ്റ് അസോസിയേഷനും വനിതാ വിങ്ങും യൂത്ത് വിങ്ങും കൂടിയാണെന്ന് മറുപടി പറഞ്ഞു. എന്തായാലും ഈ മനോഹരമായ, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ, നാളിതുവരെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളതിനേക്കാൾ ഏറ്റവും മനോഹരമായി ഏറ്റവും കൂടുതൽ ബൾബുകളും വെച്ചുകൊണ്ട് ഈ നിർമ്മിച്ചിട്ടുള്ള പന്തൽ ഈ പാവർട്ടിയുടെ തന്നെ ഒരു അഹങ്കാരമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മർച്ചൻ്റ് അസോസിയേഷൻ നൽകുന്ന ഏറ്റവും വലിയൊരു ഉപഹാരമാണ്. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2 വാക്ക് പറയാനായിട്ട് പാവർട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ല വൈസ് പ്രസിഡന്റ് ഷീബ തോമസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വിവാഹത്തിന് മുൻപ് ഒരു 10-16 വർഷങ്ങൾക്ക് മുൻപ് തന്നെ വരുന്ന കാലഘട്ടങ്ങളിൽ പാവർട്ടി പെരുന്നാളെ കാണാനായിട്ട് വരുന്ന കാലഘട്ടങ്ങളിൽ അന്ന് ആരുടെയാണ് പന്തലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ശ്രദ്ധയിൽപ്പെട്ടാറുണ്ട്, കാണാറുണ്ട്. അപ്പം അത് ഇപ്പോഴാണ് അതൊക്കെ നമ്മളൊരു പന്തൽ വരുമ്പോൾ അത് ഏത് ക്ലബാണോ ഏത് സംഘടനയാണോ എന്നൊക്കെ ഒന്ന് നോക്കുള്ളൂ. ആ കാലഘട്ടത്തിൽ അതൊന്നും നോക്കിയിരുന്നില്ല. പക്ഷെ അന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്ര ഹൈറ്റിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ
ഒന്നും പറയാനില്ല, അത്രയും മനോഹരമായിരിക്കുന്നു. പെരുന്നാളിന് മോടി കൂട്ടുന്ന ഒന്നില് ഏറ്റവും പറയത്തക്ക ഒന്നായിട്ട് തന്നെ നമ്മുടെ മെർച്ചന്റ് അസോസിയേഷന്റെ ഈ പന്തല് എണ്ണപ്പെട്ടിരിക്കുന്നു. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എനിക്കും ഷീബ മെമ്പർ പറഞ്ഞ പോലെ, വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് മനോഹരമായിരിക്കുന്നു നമ്മൾ ഈ വർഷം ഒരുക്കിയിരിക്കുന്ന പന്തല്. അതൊരു മതസൗഹാർദ്ദത്തിന്റെ പേരിലാണെന്ന് പറയുമ്പോൾ അതിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പെരുന്നാളിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.